ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് FCC. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാരുതി സുസുക്കിയുടെ വാഹനമായിട്ടാണ്. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വരില്ല. നോർമലായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ടോപ്പ് അങ്ങനെ വരും. നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് ഇളക്കി നോക്കാം. അതിനെന്താണ് തകരാറെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഫസ്റ്റിലെടുത്ത് വണ്ടി മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നു, തേർഡ് വരുന്നു, അതേപോലെ തന്നെ ഫോർത്തും ഫിഫ്ത്തൊക്കെ വരും. പക്ഷേ ഈ തേർഡിൽ കിടക്കുന്ന ഈ ഗിയർ സെക്കൻഡിലേക്ക് വരില്ല. ഇതാണ് എൻ്റെ തകരാറ്. ഇനി നമുക്കത് സെക്കൻഡിലേക്ക് വരണമെങ്കിൽ നമ്മളത് ചവിട്ടി നിർത്തി ഫസ്റ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് സെക്കൻഡിലേക്ക് വീണ്ടും വരുള്ളൂ. ഇപ്പോൾ സെക്കൻഡായി. നമ്മൾ തേർഡിലേക്ക് പോയി തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരില്ല. ആദ്യം നമുക്ക് ഗിയർ ബോക്സിൻ്റെ പുറത്തുള്ള സെൻസേഴ്സൊക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. ഇത് വന്നിട്ട് റിവേഴ്സ് സെൻസറാണ്, ബാക്കപ്പ് സ്വിച്ച് എന്ന് പറയും. ഇനി നമുക്ക് വെഹിക്കിൾ സ്പീഡ് സെൻസർ അങ്ങോട്ട് അടിക്കാം. ഇതാണ് വെഹിക്കിൾ സ്പീഡ് സെൻസർ. ഇതാ ഓയിലിൽ കിടന്ന അഴുക്കാണത്. ഇത് മെറ്റലിൻ്റെ പൊടി തന്നെ പിടിച്ചിരിക്കുന്ന മെറ്റലിൻ്റെ പൊടിയേ. നമുക്കിനി ഫിഫ്ത്ത് ഗിയറിൻ്റെ കവറം കഴിക്കാം. ഇതിൻ്റെ നട്ടിൻ്റെ ലോക്ക് അഴിച്ചെടുത്തിട്ട് നമ്മളൊരു 30ൻ്റെ ബോക്സ് ഇട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിന് സാധാരണ ഈ വീല് ഊരാനായിട്ടൊരു നമുക്ക് ലോക്ക് സിസ്റ്റം ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം ഇതിനകത്ത് വേസ്റ്റ് വെച്ചിരിക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് 2 ഗിയർ വീലിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. ഇതിൻ്റെ പുറത്തൊരു ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ലോക്ക് അഴിച്ചു. നമ്മളത് അഴിച്ച് എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടോ ഒരു മാർക്ക് ഉണ്ടോ? ഈ മാർക്ക് നോക്കിയിട്ട് വേണം നമുക്കത് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ ഒരു കുത്തു മാർക്കുണ്ട്, ഇതിലൊരു സ്ലോട്ടുണ്ട്. നമ്മൾ ഫിഫ്ത്ത് ആൻഡ് റിവേഴ്സിൻ്റെ ഇതങ്ങ് അഴിച്ചെടുക്കാം. ഇതാണ് എൻ്റെ ബെയറിങ്. എൻ്റെ ഫോർക്ക്, ഫിഫ്ത്ത് ആൻഡ് റിവേഴ്സ് ഗിയറിൻ്റെ ഇതാണ് സിങ്ക്രണൈസറിൻ്റെ ലോക്ക്. ഈ ലോക്കെ തന്നെ കമ്പനി ഇത് ചെക്ക് ചെയ്തതിന് ഒരു മാർക്ക് കൊടുത്തുണ്ടോ? ഇത് 2 പൊസിഷനിലേക്കാണ് വരുന്നത്. ഇത് കറക്റ്റ് ഈ സ്ലോട്ട് നോക്കി ഇട്ടാൽ മതി. ഒരു പ്ലേറ്റ് ഉണ്ട്, നമ്മൾ പ്ലേറ്റ് അഴിക്കണം.
പ്ലേറ്റിൻ്റെ അടിയിലൊരു വാഷറുണ്ട്, സ്റ്റീലിൻ്റെ സ്പേസർ വാഷർ. ഇനി നമുക്ക് ഗിയർ ഷിഫ്റ്റ് സെലക്ടർ ഷാഫ്റ്റ് അഴിക്കാം. ഇനി ചുറ്റു ബോൾട്ട് 4 ബോൾട്ട് ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഈ ഗൈഡിലേക്ക് ഇതിലേക്ക് പോകുന്നതിൻ്റെ 2 ബോൾട്ട് വേറെ ഉണ്ട്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, താഴെ ഒരു ബോൾട്ടും ഉണ്ട്. നമുക്ക് ആദ്യം ആ 2 ബോൾട്ട് അഴിച്ചിട്ട് ഈ ബോൾട്ട് അഴിക്കാം. നമുക്ക് ഈ ബെയറിങ്ങിൻ്റെ ലോക്ക് അങ്ങോട്ട് അഴിച്ചെടുക്കാം. ഈ ലോക്ക് അഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്താലാണ് ഈ കവറങ്ങ് നമുക്ക് ഊരി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ഗിയറിൻ്റെ കവറിൻ്റെ പുറത്ത് ഈ ബോൾട്ടുകളൊക്കെ അഴിക്കണം. ഇതിന് ചുറ്റിനും ബോൾട്ടുണ്ട്. അതിനവിടെ തന്നെ റിലീസ് ബെയറിങ്ങിൻ്റെ മുകളിലായിട്ട് 2 ബോൾട്ട് വേറെ ഉണ്ട്. അവിടെ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ ഊരിയെടുക്കാം. ഗിയർ ബോക്സിൻ്റെ കവറിന് 3 ബോൾട്ട് കൂടി ഉണ്ട് ഇതിൻ്റെ അകത്തായിട്ട്. 1, 2, 3 ഇതുകൂടി അഴിച്ചാലാണ് ഈ ഗിയർ ബോക്സിൻ്റെ ഈ സെൻറ്റർ കവർ പോരുള്ളൂ. നമുക്ക് ഈ 12 ഈ ബോൾട്ട് കൂടി അഴിക്കണം. ഇത് റിവേഴ്സ് ഗിയറിൻ്റെ ഷാഫ്റ്റിൻ്റെയാണത്. നമ്മളെ ഓയിൽ ഫില്ലിംഗ് പോയിൻറ്റിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. ഈ അടുത്ത് ഈ ഭാഗത്തായിട്ട് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ കാണുന്നത്. ഇത് റിവേഴ്സ് ഗിയറിൻ്റെ ഷാഫ്റ്റിൻ്റെ ബോൾട്ടാണത്. ബോൾട്ടൊക്കെ അഴിച്ച് ഇതിൻ്റെ കവറങ്ങ് നമ്മളങ്ങോട്ട് ഊരി അങ്ങ് എടുക്കുക. ഇനി നമുക്ക് റിവേഴ്സ് ഗിയറിൻ്റെ ഈ ലിവറും ഇതും അഴിച്ചെടുക്കാം. ഈ ഗിയർ ഇതിങ്ങനെ ഊരിപ്പോരും. പന്ത്രണ്ട് 2 ബോൾട്ടുണ്ട്. ഈ ബോൾട്ട് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് ഊരിപ്പോരും. ഇത് റിവേഴ്സ് ആൻഡ് ഫിഫ്ത്ത് ഗിയറിൻ്റെ ഷിഫ്റ്റ് ഷാഫ്റ്റാണത്. ഇത് ഹൈ സ്പീഡിൻ്റെ, ഇത് ലോ സ്പീഡ് ഹൈ സ്പീഡ് റിവേഴ്സ് ആൻഡ് ഫിഫ്ത്ത് ഗിയർ. ഇത് ഹൈ സ്പീഡിൽ ഞാനിത് ടോപ്പ് ഗിയറിലേക്ക് ഇട്ടു. ടോപ്പ് ഗിയറിലേക്ക് ഇട്ടിട്ടാണ് ഞാനിത് പയ്യെ മുകളിലേക്ക് വലിച്ചു ഊരിയെടുക്കുന്നത്. ഇതാണ് ഗിയർ ബോക്സിനകത്തിരിക്കുന്ന മെയിൻ ഷാഫ്റ്റ്, കൗണ്ടർ ഷാഫ്റ്റ്. ഈ മെയിൻ ഷാഫ്റ്റിൽ ഹൈ സ്പീഡ് ഗിയറും കൗണ്ടർ ഷാഫ്റ്റിൽ ലോ സ്പീഡ് ഗിയറും കൊടുത്തിരിക്കുന്നു. ഈ ഓരോ ഗിയറിനും ഓരോ ഈ സിങ്ക്രണൈസറിങ്ങിന് ക്ലിയറൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ 1.0 മുതൽ 1.4 വരെ mm വരെയാണ് ഇതിന് ക്ലിയറൻസ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 1.2 mm ക്ലിയറൻസ് ആണ്. അത് ഈ ഫസ്റ്റ് ഗിയർ ഈ ഭാഗത്ത് കറക്റ്റാണ്. ഈ സെക്കൻഡ് ഗിയറിൽ വന്നിട്ട് ഏകദേശം ഒരു 3 mm കൂടുതൽ ഗ്യാപ്പുണ്ട്. ഈ സെക്കൻഡ് ഗിയറിൻ്റെ റിങ് കിടന്നിട്ട് വളരെയധികം പ്ലേ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ തകരാറെന്ന് നോക്കണം. ഇനി റിങ് ഡാമേജ് ആയതാണോ, നമുക്കിത് ലേത്തി കൊടുത്തിട്ട് വേണം ഇത് ഊരാനായിട്ട്. ഈ ഗിയർ കംപ്രസ് ചെയ്ത് ഊരണം. അതുപോലെ തന്നെ ഹൈ സ്പീഡിൻ്റെയും ഏകദേശം 1.4 വരെ ഉണ്ട്. ഞാൻ 1.2 ആണ് ഇട്ടിരിക്കുന്ന ഗേജ്. ഏകദേശം 1.4 വരെ ഉണ്ട് ഇതിൻ്റെ ക്ലിയറൻസ്. ഇതിൻ്റെ സർവീസ് ലിമിറ്റാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫോർക്കൊക്കെ ഇതിനകത്തിന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓരോ ഗിയർ ഇട്ട് കാണിച്ചു തരാം. നമ്മളിത് താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട്
ഇങ്ങോട്ട് തട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഗിയറായി. ഈ ഫസ്റ്റ് ഗിയർ ആകുമ്പോൾ ഇതിനകത്ത് ഗിയർ വരുന്നത് ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറായി. ഇപ്പം ന്യൂട്രൽ, ഇപ്പം ഈ ഫോർക്കിൻ്റെ അകത്ത് ഇതിനകത്ത് സെക്കൻഡ് ഗിയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഗിയർ ഞാൻ സെക്കൻഡ് ഗിയറിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ന്യൂട്രൽ. ഇപ്പോൾ ഞാൻ തേർഡ് ഗിയർ ഇട്ടിരിക്കുകയാണ്. ഈ ഫോർക്ക് ഈ സൈഡിലേക്ക് തള്ളണം, അതുപോലെ തന്നെ ഇത് തേർഡ് ഗിയർ ന്യൂട്രാക്കി. ഇവിടെ ന്യൂട്രായി. ഇപ്പോൾ ഇത് ടോപ്പ് ഗിയർ. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിൽ ഇവിടെ നമുക്ക് ടോപ്പ് ഗിയറായി. ഞാനിവിടെ ന്യൂട്രാക്കി. ഇവിടെ ന്യൂട്രാക്കി. ഇനി അഞ്ചാമത്തെ ഗിയർ, അത് ഇതിൻ്റെ വെളിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ന്യൂട്രാക്കിയിട്ട് ഇപ്പോൾ ഇത് റിവേഴ്സ് ഗിയറായി. റിവേഴ്സ് ഗിയർ ആകുമ്പോൾ ഈ പല്ലും ഇതുപോലെ തന്നെ ചേർന്ന് വരും ഈ ഗിയറിന്. ഇപ്പോൾ ഇത് റിവേഴ്സ് ഗിയറാണ്. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ എൻ്റെ റിവേഴ്സ് ഗിയർ ഐഡ്ലറാണിത്. ഈ ഐഡ്ലർ മുകളിലോട്ട് കയറി വരും. ഇങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്.